ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലായിരിക്കും. ഒരു പക്ഷെ അവരൊക്കെ പുറത്തു പോയി കളിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ വെള്ളക്കെട്ട് അതുപോലെ തോടുകളൊക്കെ ഉണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. ഇനി അതില്ലെങ്കിൽ പോലും ഈ മരങ്ങളൊക്കെ വീണിട്ടും പല അപകടങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക, എല്ലാവരും നന്നായിട്ട് സൂക്ഷിക്കുക. മലയോര പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളവർ മാക്സിമം അത് ഒഴിവാക്കുക. പ്രകൃതിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ എന്ത് അപകടമാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവരുടെ യൂട്യൂബ് ചാനൽ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറച്ച് വർഷമായി ചാനൽ തുടങ്ങിയിട്ട്, പക്ഷെ എൻ്റെ ചാനലിൽ ഒരു തരത്തിലും റീച്ച് ആകുന്നില്ല. ഞാനിത് വളരെ പ്രതീക്ഷയോട് കൂടിയ തുടങ്ങിയ ചാനലാണ്. കാരണം ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എൻ്റെ വീട്ടിലെ ചെലവുകൾ നടത്തണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ വീട്ടിലെ വാടക ഇതുകൊണ്ട് അടക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് എന്ന് നോക്കി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കാണുന്ന ന്യൂ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ചാനൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾ ഈ യൂട്യൂബേഴ്സ് ആണ്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പലർക്കും ഈ ഒരു പോയിന്റ് അറിയുന്നില്ല, അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് വ്യൂസ് വരുന്നു, എങ്ങനെ വ്യൂസ് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ചിന്തിക്കണം. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അവരിലേക്ക് എത്തുന്നുണ്ടോ, പല കാര്യങ്ങളുണ്ട്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടും പ്രവർത്തിച്ചത് കൊണ്ടും നല്ല തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടും മാത്രം കാര്യമില്ല. ഇതിനപ്പുറത്തേക്ക് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പലരും എതിരഭിപ്രായം പറഞ്ഞേക്കാം. പക്ഷെ ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഇത് പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും പറയുന്നത്. കാരണം ഈ ഒരു സബ്സ്ക്രൈബർ കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു കഷ്ടപ്പാടിൻ്റെതൊക്കെ. അപ്പൊ എന്തായാലും ഒരു കരഞ്ഞ് സംസാരിച്ചത് ഇപ്പൊ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. കാരണം അവർ ആ ഒരു ഇമോഷണൽ സംസാരിച്ചതാണ്. കാരണം അവർക്ക് സംഭവിച്ച അവർ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പലരും ചാനൽ തുടങ്ങുന്നത്. അങ്ങനെയുള്ളൊരു ക്രിയേറ്റർ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രൈവസി മൂലം ഞാനത് കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ അവരുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കി, സെറ്റിംഗ്സുകളൊക്കെ ചെക്ക് ചെയ്തു, അവരെങ്ങനെ വീഡിയോസ് ഇടുന്നു, അവരുടെ തമ്പനയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിന്റെ കൂടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എവിടെ നിന്ന് നമുക്ക് വ്യൂസ് വന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ട്രാഫിക് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഷോർട്സ് ഫീഡിൽ നിന്ന് 44,259 വ്യൂസ് വന്നിട്ടുണ്ട്. ബ്രൗസ് ഫീച്ചർ, സജസ്റ്റഡ് വീഡിയോ, ചാനൽ പേജ്, യൂട്യൂബ് സെർച്ച്, ഡയറക്റ്റ് അൺനോൺ, എക്സ്റ്റേണൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ്, നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം, അതായത് ഈ എങ്ങനെയാണ് വ്യൂസ് വന്നത് എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ പോയിട്ടാണോ, സെർച്ച് ചെയ്തിട്ടാണോ, റെക്കമെൻഡിലാണോ, ലിങ്ക് ഷെയർ ചെയ്തിട്ടാണോ, ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഈ ഒരു ചാനലില് എങ്ങനെയാണ് വ്യൂസ് വന്നത്, എങ്ങനെയാണ് വാച്ച് ടൈം വന്നത് എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഷോർട്സ് ഫീഡ് എന്ന് പറഞ്ഞിട്ട് 44,259 വ്യൂസ്. കുഴപ്പമില്ല, നമുക്കത് ഒഴിവാക്കി വിടാം. കാരണം ഷോർട്സ് നമ്മളിപ്പോ ഇവിടെ എടുക്കുന്നില്ല. ബ്രൗസ് ഫീച്ചർ എന്നുള്ളത് നോക്കാം. ബ്രൗസ് ഫീച്ചർ, സജസ്റ്റഡ് വീഡിയോ, അതൊക്കെ ഒരു ഓർഗാനിക് ആയിട്ട് വന്നതെന്ന് പറയാം. 18,929, 17,666 അവർക്ക് വന്ന വ്യൂസിൽ നിന്ന്. അതിൽ നിന്ന് പിന്നെ വന്നിട്ടുള്ളത് ചാനൽ പേജ് 8,026, യൂട്യൂബ് സെർച്ച് 2,213, ഡയറക്റ്റ് അല്ലെങ്കിൽ അൺനൗൺ ഒരു 2,193, എക്സ്റ്റേണൽ 1,448. അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് ബ്രൗസ് ഫീച്ചറിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഡാറ്റ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ചാനലിലൊക്കെ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് ബ്രൗസ് ഫീച്ചറിലാണ്. ഷോർട്സ് ഞാൻ എടുക്കുന്നില്ല, കാരണം അതിൽ വാച്ച് ടൈം മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ബ്രൗസ് ഫീച്ചറിൽ 18,929 വ്യൂസ് വന്നിട്ടുണ്ട്. അതായത് ചാനലിന്റെ ഏകദേശം 19.6, 20% വ്യൂസും ബ്രൗസ് ഫീച്ചറിലൂടെയാണ് വന്നിട്ടുള്ളത്. അവർക്ക് വന്നിട്ടുള്ള വാച്ച് ടൈം 331 വാച്ച് ടൈമാണ്. 18,929 വ്യൂസിൽ നിന്ന് 331 വാച്ച് ടൈം കിട്ടി.
അടുത്തത് ഈ ചാനലിൽ വന്നിട്ടുള്ളത് 17,666 വ്യൂസ് ആണ്. ഏകദേശം 18% വ്യൂസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 326, അതായത് 17,000 ഒക്കെ വരുമ്പോൾ 330 ആ റേഞ്ചിൽ വാച്ച് ടൈം കിട്ടുന്നു. ചാനൽ പേജിലൂടെ കിട്ടിയത് 8,026 വ്യൂസ് ആണ്. വെറും 163 വാച്ച് ടൈം. അത് സ്വാഭാവികമായിട്ടും കുറയും, കാരണം 17,000 കിട്ടുമ്പോൾ 326 ആണെങ്കിൽ അതിന് പകുതി 8,000 ആകുമ്പോൾ 163 വാച്ച് ടൈം. കുഴപ്പമില്ല. യൂട്യൂബ് സെർച്ചിൽ 2,213 വ്യൂസ് വന്നിട്ടുണ്ട് സെർച്ച് ചെയ്തിട്ട്. ഓക്കെ, അതിൽ 33 വാച്ച് ടൈമും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ് ആണ് അല്ലെങ്കിൽ ഓർ അൺനൗൺ എന്നുള്ളത്. അവിടെ യൂട്യൂബ് സെർച്ച് പോലെ തന്നെ 2,193 വ്യൂസ് വന്നിട്ടുണ്ട്. ഏകദേശം 2% വ്യൂസ് ഡയറക്റ്റ് അല്ലെങ്കിൽ അൺനൗൺ രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ വാച്ച് ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. 4,996 വാച്ച് ടൈം വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് 18,000 വ്യൂസിൽ നിന്ന് 331 വാച്ച് ടൈമേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ 2,193 വ്യൂസിൽ നിന്ന് 4,996, 5,000 വാച്ച് ടൈം വന്നു. ഈ ഒരു കണക്കിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഉണ്ടോ? അതായത് നിങ്ങൾക്ക് ഇത് കണക്ട് ആവാതിരിക്കുന്നുണ്ടോ? കാരണം 18,929 വ്യൂസിൽ നിന്ന് വെറും 331 വാച്ച് ടൈം. അങ്ങനെയുള്ള ഒരു ചാനലിൽ വെറും 2,193 വ്യൂസ് വന്നപ്പോ 5,000 വാച്ച് ടൈം. അതെങ്ങനെ ശരിയാവും? കാരണം നിങ്ങളുടെ ഒക്കെ ചാനലിൽ നിങ്ങൾക്ക് 1,000, 2,000, 3,000, 4,000, 5,000 വ്യൂസ്, 10,000 വ്യൂസ് വന്നവരുണ്ട്. അവർക്കൊക്കെ വാച്ച് ടൈം 5,000 ഉണ്ടോ? ലോങ് വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഷോർട്സ് അത്രയും ഉണ്ടാവില്ലല്ലോ. ലോങ് വീഡിയോ വെറും 2,000 വ്യൂസ് വന്നിട്ട് 5,000 വാച്ച് ടൈം കിട്ടിയ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്ലൈ ചെയ്യണേ. ഇവിടെയാണ് ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ, ന്യൂ യൂട്യൂബേഴ്സ് എന്നല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഞാൻ അനലിറ്റിക്സിൽ കണക്കെടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 2,193 വ്യൂസിൽ നിന്ന് 5,000 വാച്ച് ടൈം എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് ഓർ അൺനൗൺ എന്നുള്ള രീതി. അത് എങ്ങനെയാണ് അതിൽ നിന്ന് വ്യൂസ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിങ്ക് വഴി ക്ലിക്ക് വരുന്നുണ്ടാകും. അതല്ലെങ്കിൽ ഈ അൺനൗൺ എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് യൂട്യൂബിന് ഐഡന്റിഫൈ പറ്റാത്ത, അതായത് തേർഡ് പാർട്ടി ആപ്പുകളിൽ ഒരു റോബോട്ടിക് ആയിട്ട് വ്യൂസ് കൂട്ടുന്ന പല പരിപാടികളും ഉണ്ടല്ലോ, അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗമാണിത്. അതായത് ഷോർട്സ് ഫീഡ്, ബ്രൗസ് ഫീച്ചർ, സജസ്റ്റഡ് വീഡിയോ, ചാനൽ പേജ്, യൂട്യൂബ് സെർച്ച്, ഇതൊക്കെ യൂട്യൂബ് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി അതിലൊന്നും പെടാതെ ഡയറക്റ്റ് ഓർ അൺനൗൺ എന്ന് കാണിച്ചിട്ട് യൂട്യൂബ് പറയുന്നത് വെറും 2,193 വ്യൂസ് ആണ്. പക്ഷെ അതിൽ 5,000 വാച്ച് ടൈം ഉണ്ട് എന്നത്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചാനലിൽ ഇനി കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് ഇവർക്ക് പറ്റിയ പ്രശ്നം എന്നുള്ളത്. ഇത് ഈ കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായ കാര്യം എവിടെയാണ് ഇവർക്ക് പഴച്ചത് എന്നുള്ളത്. വെറും 2,193 വ്യൂസിൽ നിന്ന് 5,000 വാച്ച് ടൈം കിട്ടിയെങ്കിൽ അതൊരു ലോകാത്ഭുതമാണെന്ന് പറയാം. കാരണം ഇവിടെ നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സംഭവം ഈ ഒരു വ്യൂവർക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ക്രിയേറ്റർക്ക് കിട്ടിയിട്ടുണ്ട്. വെറും 2,000 വ്യൂസിൽ നിന്ന് 5,000 വാച്ച് ടൈം. അപ്പൊ എനിക്ക് ഏകദേശം കാര്യം ക്ലിയർ ആയി തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്കും ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഇതിനെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പലരും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും, ഒരുപാട് പേര് അത് സപ്പോർട്ട് ചെയ്തെങ്കിലും ചിലരൊക്കെ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്തത് പറയാം. ജസ്റ്റ് ഞാൻ അടുത്തൊരു പോയിന്റ് കൂടി പറയാം. ഇനി അതിന്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നിങ്ങൾ നോക്കുക. അതായത് ഒരു വീഡിയോ നമ്മൾ 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ മാക്സിമം വരാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രൗസിംഗ് ഫീച്ചറിൽ 1 മിനിറ്റ് ആദ്യത്തതിലൊക്കെ ചാനൽ പേജിലൂടെ ഒക്കെ 1 മിനിറ്റും 53 സെക്കൻഡ് ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ ഡയറക്റ്റ് 4,996 വാച്ച് ടൈം കിട്ടിയ ആ ഒരു വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ആ ഒരു വീഡിയോ 2 മണിക്കൂർ 16 മിനിറ്റ് 42 സെക്കൻഡ് കാണുന്നു എന്നുള്ളതാണ്. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമല്ലേ നിങ്ങളുടെ ഒരു വീഡിയോ 2 മണിക്കൂറും 16 മിനിറ്റും 43 സെക്കൻഡും എന്നുള്ളത്. ഒരു സിനിമയാണെങ്കിൽ പോലും അത് നടക്കാൻ സാധ്യത കുറവാണ്. നമുക്കറിയാം നമ്മളൊരു സിനിമ എത്ര സമയം ഇരുന്നിട്ടാണ് കാണുന്നത് എന്നുള്ളത്. അത് വിട്ടേക്കാം. എന്തായാലും വാച്ച് ടൈമിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ ആവറേജ് വ്യൂ ഡ്യൂറേഷനും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ചാനലിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം ഈ ഒരു പ്രോബ്ലം ഒരുപാട് ആളുകൾ
ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഓർ അൺനോൺ എന്നുള്ളത് ഏത് സോഴ്സിൽ നിന്നാണ്. അത് ഇവിടെ യൂട്യൂബ് പറയുന്നുണ്ട്. ട്രാഫിക് ഫ്രം ഡയറക്റ്റ് URL, ലിങ്ക് വഴി ഇങ്ങനെ വ്യൂസ് വരിക, അതുപോലെ ബുക്ക് മാർക്ക് അല്ലെങ്കിൽ അൺഐഡന്റിഫൈഡ് ആപ്സ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മിറാക്കിൾ സംഭവിക്കുകയുള്ളൂ. യെസ്, ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത്, അതായത് എവിടെ നിന്ന് വ്യൂസ് വന്നു എന്നുള്ളത് നോക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ പലരും അതിലൊക്കെ കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് റഷ്യ, UAE, യുണൈറ്റഡ് സ്റ്റേറ്റ്, ഇന്തോനേഷ്യ, ബ്രസീൽ, വിയറ്റ്നാം, യുണൈറ്റഡ് കിങ്ഡം, സിംഗപ്പൂര്, സ്പെയിന്, തായ്ലൻഡ്, മലേഷ്യ, എവിടെ നിന്നൊക്കെയാണ് വ്യൂസ് വന്നിട്ടുള്ളത്? വെറും 1000 സബ്ബായിട്ടു. അപ്പൊ ഈ ഒരാൾക്ക് ഒരു മലയാളം ചാനലാണ് ഏതെല്ലാം കൺട്രിയിൽ നിന്നാണ് വ്യൂസ് വന്നിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് വാച്ച് ടൈം വന്നു, കൺട്രിയൊക്കെ വിട്ടേക്കു, കസാക്കിസ്ഥാനും പാകിസ്ഥാനും ഈജിപ്തും ജർമ്മനിയൊക്കെ ഈ ഒരു വിവർക്ക് പ്രേക്ഷകരുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനത്തെ ഒരു സബ്ജക്ട് ചെയ്യുന്നവർക്ക് വരാം. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ. പിന്നെ അതുപോലെ നമുക്കിപ്പോ UAE മലയാളികൾ ഉണ്ടെങ്കിൽ കുറച്ച് വ്യൂസ് വരാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഒരു ചാനലിന് ട്രാഫിക് വന്നിട്ടുള്ളത് സിംഗപ്പൂരിൽ നിന്നാണ്. ബാക്കിയൊക്കെ വിട്ടേക്കും നമുക്ക്, കാരണം അവിടെ 853 ബ്രസീലിലും വിയറ്റ്നാമിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ട്. ഞാനിത് സിംഗപ്പൂർ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം അതിന്റെ വാച്ച് ടൈം നിങ്ങൾ നോക്കൂ, 4202 വാച്ച് ടൈം. അതായത് ഒരു മോണിറ്റൈസേഷന് വേണ്ട ഒരു വാച്ച് ടൈം സിംഗപ്പൂരിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുണ്ട്. ഒരു ചാനലിന്റെ ഒരു ട്രാഫിക്കിന്റെ സോഴ്സ് സിംഗപ്പൂരിൽ നിന്നാണ് ഈ ചാനലിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കില്ല, വെറും 2193 വ്യൂസിൽ നിന്ന് 5000 വാച്ച് ടൈം, അതിൽ തന്നെ 618 വ്യൂസ്, ജസ്റ്റ് വെറും 618 വ്യൂസിൽ നിന്ന് 4202 വാച്ച് ടൈം. നിങ്ങൾക്ക് 600-ൽ കൂടുതൽ വ്യൂസ് ഇല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ ഒരു 4000 വാച്ച് ടൈം? ഒരൊറ്റ വീഡിയോക്ക് 618 വ്യൂസിൽ നിന്ന് 4202 വാച്ച് ടൈം കിട്ടി. ചാനൽ മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ നോക്കാൻ അതിന്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നോക്കൂ, 6 മണിക്കൂർ 47 മിനിറ്റ് 58 സെക്കൻഡ്. ചാനൽ ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശ കാര്യം ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് അതൊരു കൺഫർമേഷൻ കിട്ടി. അതായത് അവർ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചാനൽ തുടങ്ങി ചാനൽ മെല്ലെ ഗ്രോത്ത് ആകുമ്പോൾ അവർ വിചാരിച്ചത്ര, അവരറിഞ്ഞത് അങ്ങനെയാണ്, ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റവന്യൂ വന്ന് തുടങ്ങുമല്ലോ. അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിലെ ആവശ്യങ്ങൾ, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ ഇതുകൊണ്ട് മേക്ക് ഓവർ ചെയ്തു പോകാം. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് അവരുടെ യൂട്യൂബിൽ ആദ്യ വരുമാനം കിട്ടിയതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കും അതുപോലെ യൂട്യൂബിൽ ജെന്യുവൻ അല്ലേ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ റിയൽ ആയിട്ട് വരുമാനം വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ചാനൽ മോണിറ്റൈസേഷൻ ആക്കുന്നത് റിയൽ ആയിട്ടാണ്. ചാനൽ മോണിറ്റൈസേഷൻ ആയി മാത്രമല്ല, എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷം എന്റെ ചാനലിൽ കാണിക്കുന്ന പരസ്യത്തിന്റെ വരുമാനം എനിക്ക് തന്നെ കിട്ടുമല്ലോ. മറ്റേത് യൂട്യൂബ് ആണല്ലോ കൊണ്ടുപോകാറുള്ളത്. അപ്പൊ അതൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. പക്ഷേ അപ്പൊ ബാക്കി കാര്യം ഞാനാ പറഞ്ഞത്. എന്നിട്ട് ആ യൂട്യൂബ് കൊണ്ടുപോയ വരുമാനമൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു. നിങ്ങളുടെ ചാനലിൽ ഇതുപോലെ ഫേക്ക് ആയിട്ട് മോണിറ്റൈസേഷൻ ആക്കി. അങ്ങനെ യൂട്യൂബ് അതിനുശേഷമുള്ള റവന്യൂ ഒക്കെ നിങ്ങൾക്ക് തരാൻ തുടങ്ങിയല്ലോ മോണിറ്റൈസേഷൻ ആയ ശേഷം. എന്നിട്ട് ആ റവന്യൂ ഒക്കെ എവിടെ? നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്തപ്പോൾ ആ ഡോളർ ഒന്നും കാണുന്നില്ലല്ലോ. യൂട്യൂബ് മൊത്തമായിട്ട് എടുത്തു കൊണ്ടുപോകുന്ന ഡോളർ മോണിറ്റൈസേഷൻ ആക്കിയാൽ നിങ്ങളുടെ ചാനലിൽ കാണണ്ടേ? ഞാൻ പറഞ്ഞു, അതായത് വെരിഫിക്കേഷൻ ഓപ്ഷൻ പോലും അവർക്ക് ചോദിച്ചിട്ടില്ല ഇത്രയും സമയമായിട്ട്. അത്രക്ക് എന്താ പറയാ, മോശമാണ് അവരുടെ ചാനലിന്റെ അവസ്ഥ. ID വെരിഫിക്കേഷൻ പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ ഫേക്ക് ട്രാഫിക്, ഞാൻ പറഞ്ഞില്ല സിംഗപ്പൂരിൽ നിന്നാണ് വ്യൂവേഴ്സ് വന്നിട്ടുള്ളത്. ഒരു വ്യൂവറുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. ഇതൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഇത് പറയുമ്പോൾ സങ്കടമുണ്ട്. കാരണം പക്ഷെ അവരോട് നമുക്കിത് സത്യം തുറന്ന് പറയാതെ കാര്യമില്ലല്ലോ. കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ ഇത് ചെക്ക് ചെയ്യാൻ തന്നിട്ട് ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് അവരോട് പറയേണ്ടതിന്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പൊ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കാണുന്ന പലരും ഇപ്പോഴും ഇതൊന്നൊരു വിഷയമല്ല, അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് എന്താണ്, യൂട്യൂബ് നമ്മുടെ ക്യാഷ് കൊണ്ടുപോകുന്നത് തടയുകയല്ലേ, ഈ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് യൂട്യൂബിലോട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ട്രാക്ക് ശരിയായ രീതിയിൽ മാത്രം യൂട്യൂബിൽ മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടാകും. അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്, നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, ഇതിലൊക്കെ മാറ്റം വരുത്തുക എന്നല്ലാതെ നിങ്ങൾ യൂട്യൂബിന്റെ അൽഗോരിതം, യൂട്യൂബിനെ പോയിട്ട് നിങ്ങൾ ഫേക്ക് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതോടുകൂടി നിങ്ങളുടെ ചാനലിൽ അവിടെ
ഭാവി നശിക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു ക്രിയേറ്റർക്ക് അവർ എന്ത് ചെയ്തിട്ടും ചാനൽ റീച്ച് ആകാത്തത് ഫേക്ക് ആയിട്ട് ഇതുപോലെ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും തായ്വാനിൽ നിന്നും ഒരുപാട് കൺട്രീസിൽ നിന്ന് ഫേക്ക് ആയിട്ട് ട്രാഫിക് കൊണ്ടുവന്നു. ഇപ്പൊ അവരുടെ വീഡിയോ സിംഗപ്പൂരിലേക്ക് അവർക്ക് നല്ല ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാർക്ക് മലയാളത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവർ വ്യൂസ് പ്രതീക്ഷിക്കണ്ട എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് നിങ്ങളുടെ ചാനലിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രാഫിക് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ റേറ്റിംഗ് ചെയ്തോളൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കാണുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ന്യൂ യൂട്യൂബേഴ്സിനോടാണ്. കാരണം മോണിറ്റൈസേഷൻ ആയി രക്ഷപ്പെട്ടവർ ഒരുപാട് ഉണ്ടാകും. അവരൊക്കെ ഇപ്പൊ മാസ വരുമാനം നേടുന്നുണ്ടാവും. അവരൊന്നും ഒരിക്കലും ഒരു പക്ഷെ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്ന് പറയാനുള്ള സമയമോ പറയേണ്ട കാര്യമോ അവർക്കില്ല. പക്ഷെ ഞാൻ യൂട്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. യൂട്യൂബിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുപോലെ സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഞാൻ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ഇതുപോലെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാ ചാനലും എടുത്ത് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്തിട്ട് നോക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ അതിന്റെ യഥാർത്ഥ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതിന്റെ യഥാർത്ഥ പോസിറ്റീവ് സ്പിരിറ്റിൽ തന്നെ എടുക്കണം എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചാനലിനാണ് എഫക്ട് ചെയ്യുക. കാരണം ഞാൻ ഇത് ഇത്രയും അനലിറ്റിക്സ് വെച്ച് കാണിച്ചത് ഇത് ഒരാൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ്. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ പ്രേക്ഷകർ അത് ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളും എന്നുള്ളത്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ട്രാഫിക് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ പ്രത്യേകം അത് പറയുക. കാരണം മറ്റ് ക്രിയേറ്റേഴ്സിന് നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.